പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കര 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 9562482835. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച മുള്ളൂർക്കര ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 108ാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായിട്ട് ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ സ്വാഗത പ്രാസംഗികയും അധ്യക്ഷനും അതുപോലെ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടും നമ്മുടെ ഈ സ്കൂളിൻ്റെ കെട്ടിടം എങ്ങനെയാണ് വന്നത് എന്നെല്ലാം ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ച് നമ്മുടെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളെ കൂടുതൽ മെച്ചപ്പെടുത്തണം. അങ്ങനെ മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ മാറ്റം ഉണ്ടാകണം. അതിൻ്റെ ഭൗതിക സാഹചര്യത്തിലാണ് മാറ്റമുണ്ടാകേണ്ടത്. ആ തീരുമാനമെടുത്തത് കൊണ്ടാണ് നമ്മുടെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളെല്ലാം തന്നെ മുഖച്ഛായ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നു. നമ്മുടെ ഈ സ്കൂൾ പോലെ തന്നെയാണ് ഇവിടെ നേരത്തെ നമ്മുടെ MLA സൂചിപ്പിച്ച പോലെ നമ്മുടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം സ്കൂളുകളിലെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയും. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ഏകദേശം 8,000-ൽ പരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ പാവപ്പെട്ടവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി. അതെന്തിനു വേണ്ടിയാണ്? പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുന്നത്. ആ പൊതുവിദ്യാഭ്യാസം എന്തിനാണ് മെച്ചപ്പെടുന്നത്? മെച്ചപ്പെട്ട കുട്ടികളെ നമ്മുടെ സമൂഹത്തിലുണ്ടാകണം. ആ മെച്ചപ്പെട്ട കുട്ടികളെ ഉണ്ടായെങ്കിൽ മാത്രമാണ് നമ്മുടെ സമൂഹം മെച്ചപ്പെട്ടതായി മാറുന്നത്. ചടങ്ങിൽ ചേലക്കര MLA UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പഠിക്കാൻ നല്ല അന്തരീക്ഷം ഉണ്ടാക്കി ഒരു ചിത്രം നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികൾ അതിനുശേഷം നിരന്തരമായ ഇടപെടൽ നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ സഹായമെല്ലാം നടത്തിയ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സൗകര്യം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മികച്ച രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി, പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി, അങ്ങനെ MP ഫണ്ട്, MLA ഫണ്ടുകളെല്ലാം ഉപയോഗപ്പെടുത്തിയെല്ലാം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം വലിയ അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ അനുഭവിച്ചിട്ടുള്ളത്. ഇത് ഇതിലൊരു മാറ്റം നമ്മുടെ നാട് എത്രത്തോളം ചർച്ച ചെയ്യില്ലേ എന്നാണ് നാം എല്ലാവരും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന സദസ്സ് നോക്കിയാൽ നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾ സംസാരിക്കുന്ന ആളുകൾ വേഗം അവസാനിപ്പിച്ചിരിക്കുക, ഞങ്ങളുടെ കുട്ടികളുടെ പരിപാടി ബാക്കിയുള്ളത് കാണായിരുന്നു എന്നൊരു മട്ടിലാണ് ഇവിടെ ഇരിക്കുന്നത്. നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഇത് വന്നത് നിങ്ങൾ നോക്കി, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയാണ്. കേരളത്തിന് പുറത്ത് ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ സർക്കാർ വിദ്യാലയങ്ങൾ ഇങ്ങനെ? ബാലപുരസ്കാര ജേതാവ് ഹെവേന ബിനു വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശശികല സുബ്രഹ്മണ്യൻ, ഷാദിയ അമീർ, പ്രതിഭ മനോജ്, പഞ്ചായത്ത് അംഗങ്ങളായ KB ജയദാസ്, VV സന്തോഷ്, PG ഘനശ്രീ, ഷിജി നാരായണൻ, PTA പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ, SMC ചെയർമാൻ അബ്ദുൽ ഹക്കീം, OSA പ്രസിഡന്റ് രവീന്ദ്രൻ, MPTA പ്രസിഡന്റ് PM മനീഷ, സ്കൂൾ പ്രധാനാധ്യാപിക TV രജിത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് സെക്ഷൻ സൂപ്രണ്ട് എഞ്ചിനീയർ SR അനിതാകുമാരി റിപ്പോർട്ട് അവതരണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വിരമിക്കുന്ന അധ്യാപകനായ മുഹമ്മദ് കുട്ടി മാസ്റ്റർക്കുള്ള യാത്രയയപ്പ് നൽകി. PCV ന്യൂസ് മുള്ളൂർക്കര.